ചിന്തിക്കുന്ന ഒരാളാണ്. നമ്മളൊക്കെ ദീന് പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ പൊതുവിജ്ഞാനം ഇത്രമാത്രം മുന്നേറ്റമില്ല. അപ്പം ആ ഒരു കാരണം കൊണ്ട് തന്നെ എൻ്റെ ദർസിൽ പഠിച്ചിരുന്ന കുട്ടികളെ ഞാൻ സ്കൂളിൽ വിടാറുണ്ട്. അന്ന് ചില പഴയ കാരണവന്മാരൊക്കെ ദർസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ വഖഫിൻ്റെ മുതൽ തിന്നാൻ കൊടുക്കാൻ പറ്റും, ഇങ്ങനെയൊക്കെ സംശയങ്ങളും ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സന്ദർഭത്തിലാണ് എൻ്റെ ഉറ്റ സുഹൃത്ത് IAS അബൂബക്കർ സിദ്ദീഖ്. അബൂബക്കർ സിദ്ദീഖ് എൻ്റെ നാട്ടുകാരനും കൂട്ടുകാരനുമാണ്. അദ്ദേഹം IAS പാസ്സായ ശേഷം ഞാൻ എൻ്റെ ദർസിൽ, എൻ്റെ കുന്നുംപുറം കക്കാടമ്പുറം ഊക്കത്ത് മഹലിൽ ഞാൻ 6 വർഷം ദർസ് എടുത്തിരുന്ന സ്ഥലമാണ്. അവിടെ 100ഓളം സ്വദേശി വിദ്യാർത്ഥികളുണ്ടായിരുന്നു, അല്പം വിദേശി വിദ്യാർത്ഥികളും. അപ്പോൾ അവർ കിതാബുകൾക്ക് പുറമെ സ്കൂളിൽ പറഞ്ഞേക്കാൻ ഞാൻ അവർക്ക് പ്രചോദനം കൊടുത്തിരുന്നു. 2 വിദ്യാഭ്യാസം ആവശ്യമാണെന്ന് മനസ്സിലാക്കി. കാരണം എല്ലാ അറിവും നീ വർദ്ധിപ്പിച്ച് തരണമേ എന്ന് പ്രാർത്ഥിക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ പ്രവാചക തിരുമേനിയോടായി ആവശ്യപ്പെട്ടത്. അതനുസരിച്ച് മക്കളൊക്കെ സകല കലാവല്ലഭന്മാരാവണം എന്നൊരു മനസ്സിനടിസ്ഥാനത്തിൽ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാറുണ്ട്. ആ ഒരിടയിൽ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ള കാരണവന്മാരുണ്ടായപ്പോൾ IAS അബൂബക്കർ സിദ്ദീഖിനെ വിളിച്ച് സ്വീകരണം കൊടുത്തു. അതിൽ ഞാൻ വെച്ച ഒരു സെമിനാറിൻ്റെ മുദ്രാവാക്യം പ്രവാചകൻ സർവവിജ്ഞാന പ്രചോദകൻ എന്നായിരുന്നു. അതിൻ്റെ ഒരു ലഘുലേഖ ഞാൻ ഇറക്കിയിരുന്നു. അത് അൽഹംദുലില്ലാഹ് വലിയ പ്രചോദനമായി. അപ്പോൾ ഇന്ന് ഊക്കത്ത് മഹലിലെ ഒരു KA ഖാദർ ഫൈസിയാണ്, പഴയ ഇലാഹിയ തിരുവിക്കാട് ഇലാഹിയ കോളേജിലെ പ്രൊഫസറാണ്. അദ്ദേഹം പണ്ഡിതനാണ്, അദ്ദേഹം സകല കലാവല്ലഭനാണ്. ഇന്ന് അദ്ദേഹം അസുഖബാധിതനായി കിടക്കുകയാണ്. എല്ലാ വഖത്തിലും പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം ഇന്ന് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദ് അന്ന് പൊതുവിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് IAS അബൂബക്കർ സിദ്ദീഖിനെ ക്ഷണിക്കുകയും പ്രവാചകൻ സർവവിജ്ഞാന പ്രചോദകൻ എന്ന പ്രമേയം അങ്ങ് അവതരിപ്പിക്കുകയും ചെയ്തതിൻ്റെ ഒരു ഫലം ഇന്ന് നിങ്ങൾ തന്നെ അനുഭവിച്ചു എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് അതിയായ സന്തോഷം. അൽഹംദുലില്ലാ. അപ്പോൾ ഇസ്ലാം വിദ്യാഭ്യാസത്തിന് വളരെ വായിക്കണം, പഠിക്കണം. സൊസൈറ്റി അത് അംഗീകരിക്കുന്നില്ല. ഈ ഒരു മുസ്ലിം സമുദായത്തിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നമ്മുടെ ഇടയിൽ തന്നെയാണ് പലരും അതിനെതിരെ സംസാരിക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആത്മീയത കൈവെടിഞ്ഞ ഒരു സാഹചര്യമാണ്. വർത്തമാന സാഹചര്യം ആത്മീയത കൈവെടിഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആത്മീയത ഉള്ള സാഹചര്യത്തിൽ ആവണം നമ്മൾ പൊതുവിദ്യാഭ്യാസത്തിന് പഠിക്കേണ്ടതും ജോലി ചെയ്യേണ്ടതൊക്കെ. അപ്പോൾ ആത്മീയ വിദ്യാഭ്യാസത്തിനെ അവഗണിക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമാണ് ചില ആരെങ്കിലും ഈ നിലക്കുള്ള വിദ്യാഭ്യാസത്തെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആത്മീയമായ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ മക്കളൊക്കെ മദ്രസയിൽ തന്നെ 10ാം ക്ലാസ്സും +2 ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അവരുടെ വേഷവിധാനത്തിലൊക്കെ ഒരു പരമാവധി 100% നമുക്ക് പറയാൻ വയ്യെങ്കിലും പരമാവധി വേഷവിധാനത്തിലൊക്കെ ഇസ്ലാമിക സ്വഭാവം കാണിക്കുന്ന മക്കളാണ് എനിക്കുള്ളത്. ആ മക്കളുടെ മനസ്സ് ഞാൻ വായിക്കുന്നുണ്ട്. അതടിസ്ഥാനത്തിലാണ് എൻ്റെ മക്കളൊക്കെ ഞാൻ വിവിധ വിദ്യാലയങ്ങളിലും നാടിനെ വിട്ട് പുറത്തൊക്കെ പഠിക്കാൻ പറഞ്ഞത്. എത്ര മക്കളാണ്? മൂത്ത മകൾ വിവാഹം കഴിഞ്ഞ് 2 കുട്ടികളുണ്ട്. അവൾ +2 കഴിഞ്ഞ ഉടൻ തന്നെ വിവാഹം കഴിച്ചിട്ടുണ്ട്. പക്ഷേ വിവാഹം കഴിഞ്ഞ ശേഷവും അവൾ ഡിഗ്രി സ്വന്തമായിട്ട് എഴുതി. അതേപ്രകാരം ഉമ്മയെ പഠിച്ച് SSLC കഴിഞ്ഞ ഉടനെ കല്യാണം കഴിഞ്ഞിരിക്കണം. പക്ഷെ പിന്നീട് ഉമ്മാക്കും ഞാൻ പഠിക്കാൻ അവസരം കൊടുത്തു. ഉമ്മയും ഡിഗ്രി പഠിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തത് മോനാണ്, മുഹമ്മദ് നൂറുൽ അമീൻ. അപ്പോൾ ഞാൻ തുടക്കത്തിൽ എൻ്റെ ഒരു ഫീൽഡിലേക്കൊക്കെ വരട്ടെ എന്ന് കരുതിയിട്ട് നമ്മുടെ PKK ബാബാ സാഹിബ് നടത്തുന്ന കാപ്പാട് ഐനുലുദ അക്കാദമിയിൽ ചേർത്തിരുന്നു. അവിടെ ചേർത്തി 4 വർഷമേ പഠിച്ചുള്ളൂ. പിന്നെ അവന് അതൊരു മടുപ്പ് വന്നു. ഒരു വണ്ടി വീട്ടിനോട് വലിയ താല്പര്യമാണ്. അപ്പോൾ ആ സ്ഥിതിയിൽ ഞാൻ അവനെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ് പഠിപ്പിച്ചു. അപ്പോൾ പഠനം പൂർത്തിയാക്കി ബാംഗ്ലൂരിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. മൂന്നാമത്തത് ഫാത്തിമത്ത് സാലിഹ MBBS പഠിക്കുകയാണ്. ആദ്യം പോയത് ഇവിടെ 600-ന് താഴെയൊന്നും മാർക്കുണ്ടായിരുന്നത്. അപ്പോൾ ദേശീയ തലത്തിൽ റാങ്ക് ലിസ്റ്റ് വന്നതുകൊണ്ട് അത് കിട്ടാതെ പോയി. അങ്ങനെ ഞാൻ പുറമേക്ക് കൂടുതലുള്ള കുട്ടികൾക്കൊക്കെ ഇത് MBBS തന്നെ വേണം എന്ന് ആഗ്രഹം വന്നപ്പോൾ ഞാൻ അവരുടെ ആ
കൂട്ട് സെറ്റ് പിന്മാറണമെന്ന് മനസ്സിലാക്കിയിട്ട് പ്രോത്സാഹിപ്പിച്ച് തുടക്കത്തിൽ ഉക്രൈനിലേക്കാണ് പോയത്. ഉക്രൈനിൽ പോയതോടുകൂടി യുദ്ധ സാഹചര്യക്കാരൊക്കെ വന്നു. ആ വർഷം അവസാനിക്കുന്ന സമയത്ത് വാർഷിക പരീക്ഷ ആയിട്ട് സെക്കൻഡ് സെമ്മിൻ്റെ പരീക്ഷ എഴുതാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ നാട്ടിലേക്ക് പോകുന്നു. അത് ഗവൺമെൻറ്റൊക്കെ സഹായത്താലാണ് നാട്ടിലേക്ക് അവരെത്തിയത്. എത്തിയ ശേഷം പിന്നെ ആ പഠിച്ച കുട്ടികൾക്കൊക്കെ അവർ ബാച്ചിലുണ്ടായിരുന്ന ആ കുട്ടികൾക്കൊക്കെ ഉസ്ബെക്കിസ്ഥാനിലേക്കാണ് ട്രാൻസ്ഫർ കിട്ടിയത്. അപ്പോൾ ഫസ്റ്റ് വർഷക്കാർക്ക് ട്രാൻസ്ഫർ ആകാൻ വേണ്ടി അവർ ഇന്ത്യൻ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടെങ്കിലും അത് അനുമതി ലഭിച്ചില്ല. ഫസ്റ്റ് വർഷക്കാരെ മാത്രം, അല്ലാത്തവർക്ക് ട്രാൻസ്ഫർ തന്നെയാണ്. അപ്പോൾ അവർ പഠിച്ചത് വീണ്ടും ഒരു വർഷത്തെ ആദ്യം മുതലേ ഉസ്ബെക്കിസ്ഥാനിൽ പഠിക്കേണ്ടി വന്നു. ഉസ്ബെക്കിസ്ഥാൻ താഷ്കന്റ് യൂണിവേഴ്സിറ്റി. അങ്ങനെ പിന്നെ നാലാമത്തത് ആണ് മറിയം ജുമാന SSLCയിൽ ഫുൾ A+ വാങ്ങി, +2 ഫുൾ A+ വാങ്ങി. മദ്രസയൊക്കെ അവസാനം വരെ അന്നുണ്ടായിരുന്ന അവസാനം വരെ കൂടുതൽ പഠിച്ചു. അതിനുശേഷം പല ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വായിക്കുന്നു, പഠിക്കുന്നുണ്ട്. അതോടൊപ്പം സ്കൂളിൽ നല്ല മികവ് പുലർത്തിയ പരീക്ഷകളിലൊക്കെ സേർമാർക്കൊക്കെ പ്രത്യേകം ശ്രദ്ധ ആകർഷിച്ച ഒരു കുട്ടിയാണ്. ഇതിപ്പോൾ അവർ പഠിച്ച സ്ഥാപനങ്ങളൊക്കെ ഇന്ന് അവരെ സ്വീകരണം കൊടുത്തു. അവർക്ക് അന്നത്തെ അനുഭവങ്ങളൊക്കെ അയവർക്ക്. പിന്നെ ഇനി താഴെ ഒരു ആൺകുട്ടിയുണ്ട്, 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. മോങ്ങത്ത് ലിറ്റിൽ ഇന്ത്യ പബ്ലിക് സ്കൂൾ എന്ന് പറയുന്ന CBSE സ്ഥാപനത്തിലാണ് അവർ പഠിക്കുന്നത്. വാസ്തവത്തിൽ ആ കുട്ടിയുടെ ഒരു മാഷ് എങ്ങനെ പൈലറ്റ് പഠിക്കാൻ താല്പര്യമുണ്ട് എന്ന് ഉമ്മയിൽ നിന്ന് ഒരു മാഷ് മനസ്സിലാക്കി. ആ മാഷ് ഇങ്ങനെ അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ മൊറയൂരിൽ ഒരു പൈലറ്റ് ഉണ്ട്, എന്ന പേര് ഷെർബാസ് എന്ന പൈലറ്റ് ഉണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചാൽ അതിൻ്റെ റൂട്ട് മനസ്സിലാക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം റൂട്ടുകളൊക്കെ പറഞ്ഞു തന്നു. ആ രൂപത്തിലാണ് ഇങ്ങനെ ആയത്. ചുരുക്കത്തിൽ മോഹം ലിറ്റിൽ ഇന്ത്യ പബ്ലിക് സ്കൂൾ, അവിടെ നിന്നാണ് ഈ ഒരു ആശയം ഒരു മാഷിൽ നിന്ന് ലഭ്യമാകുന്നത്. ആ രൂപത്തിൽ പഠിച്ച അൽഹംദുലില്ലാ അപ്രതീക്ഷിതമായിട്ടാണ് ഈ രൂപത്തിൽ എത്തിപ്പെട്ടത്. ഈ രൂപത്തിൽ എത്തിപ്പെട്ടപ്പോൾ എത്രമാത്രം സമൂഹം, നേതാക്കളും വിദ്യാർത്ഥികളും ഉമ്മമാരും അധ്യാപകരും ഇത്രമാത്രം ഏറ്റെടുക്കുമെന്ന് എനിക്ക് അനുഭവത്തിലൂടെ മനസ്സിലായത് മാത്രമാണ്. ഇങ്ങനെ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാനിത് പരമാവധി വൈറലാകാതെ ഒരു സ്വകാര്യമായി സൂക്ഷിക്കുകയായിരുന്നു. അപ്പോൾ ഇടക്കാലത്ത് മോള് ഒരു ക്യാപ്റ്റൻ ചേഞ്ചിങ് വന്നു സ്ഥാപനത്തിൽ. ഉള്ള ക്യാപ്റ്റന് പോയി, രണ്ടാമത്തെ ക്യാപ്റ്റൻ 15-ാം തീയതിക്ക് ശേഷം വരുള്ളൂ എന്ന് പറഞ്ഞപ്പം ഒരു 1.5 ആഴ്ച അവിടെ വെറുതെ നിൽക്കണ്ടല്ലോ മനസ്സിലാക്കി നാട്ടിൽ വന്നതാണ് ഇപ്പം ഇത് ആവാനുള്ള കാരണം. ഞാൻ